തിരുവനന്തപുരത്ത് ആനക്കൊമ്പ് കട്ട കള്ളന്മാർ കപ്പലിൽ തന്നെയെന്ന സംശയം ബലപ്പെടുകയാണ്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് കാണാതായ ആനക്കൊമ്പുകൾ ക്യാമ്പിന് പുറത്തേക്ക് പോയിട്ടില്ലെന്ന നിഗമനത്തിലേക്ക് എത്തുന്നു പോലീസ്. ക്യാമ്പിലെ 2 ശുചീകരണ തൊഴിലാളികളുടെ മൊബൈലിൽ നിന്ന് ആനക്കൊമ്പിന്റെ ഫോട്ടോ കണ്ടതോടെ മോഷണത്തിന് പിന്നിൽ ക്യാമ്പിലുള്ളവരെന്ന സംശയം ബലപ്പെട്ടു. ആനക്കൊമ്പുകൾ മോഷ്ടിച്ച ശേഷം ക്യാമ്പിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാമെന്ന നിഗമനത്തിൽ പരിശോധന തുടരുകയാണ്. സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് കള്ളൻ ക്യാമ്പിൽ തന്നെ എന്നാണ് പോലീസിന്റെ നിഗമനം. വലിയ സുരക്ഷയുള്ള ക്യാമ്പിൽ നിന്ന് ഭാരമേറിയ ആനക്കൊമ്പുകളുമായി ഒളിച്ചു പോകാനുള്ള വഴികൾ കുറവാണ്. അതിനാൽ ആനക്കൊമ്പ് ക്യാമ്പിന് പുറത്തേക്ക് പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചു. അതിനിടെ സൈനിക ക്യാമ്പിലെ ജീവനക്കാരായ 2 ശുചീകരണ തൊഴിലാളികളുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ കാണാതായ ആനക്കൊമ്പിന്റെ ഫോട്ടോ കണ്ടെത്തി. കൗതുകം തോന്നിയപ്പോൾ ഫോട്ടോ എടുത്തതാണെന്നാണ് ഇരുവരുടെയും മൊഴി. ആനക്കൊമ്പ് സൂക്ഷിച്ചിരുന്ന ഭിത്തിയിൽ നിന്ന് ലഭിച്ച ഒട്ടേറെ വിരലടയാളങ്ങളിൽ ഇവരുടെ വിരലടയാളവുമുണ്ട്. അതിനാൽ ഇവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രധാനമായും പുരോഗമിക്കുന്നത്. അതിനൊപ്പം ക്യാമ്പിലെ എല്ലാവരെയും മാറി മാറി ചോദ്യം ചെയ്യുന്നുണ്ട്. ആനക്കൊമ്പുകൾ അവസരം കിട്ടുമ്പോൾ പുറത്തേക്ക് കടത്താനായി ക്യാമ്പിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് സംശയം. കാടുകയറി കിടക്കുന്നതടക്കം ഏക്കർ കണക്കിന് ഭൂമി പാങ്ങോട് സൈനിക ക്യാമ്പിനുണ്ട്. ഇവിടെ മുഴുവൻ പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. 2 കോടിയിലേറെ വിലയുള്ള 2 ആനക്കൊമ്പുകളാണ് കാണാതായിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.